അല്ലു അർജുൻ നായകനായ പുഷ്പ 2 ദ റൂൾ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തെ വാനോളം പുകഴ്ത്തിയാണ് ഇപ്പോൾ നടൻ മോഹൻലാൽ. താൻ സംവിധാനം ചെയ്യുന്ന 3D ചിത്രം ബറോസിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് മോഹൻലാൽ പുഷ്പ 2വിന്റെ ജയത്രയാത്രയെക്കുറിച്ച് പരാമർശിച്ചത്. പാൻ ഇന്ത്യൻ സിനിമയിൽ പുതിയ ഉയരങ്ങൾ താണ്ടി പുഷ്പ 2 ദ റൂളിനെ സിനിമാ വ്യവസായത്തിലെ ഗേറ്റ് ക്രാഷർ എന്നാണ് മോഹൻലാൽ വിശേഷിപ്പിച്ചത്. കാരണം അതൊരു ഗെയിം ക്രാഷ് പോലെയാണ്. ആരൊക്കെയോ വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അഭിനയിച്ച കാലാപാനി എന്ന ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. സന്തോഷ് ശിവനാണ് അത് ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിന് ആ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു. ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ സിനിമകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് അതിനുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ലോകത്തെവിടെയും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ സിനിമകൾ ആരെങ്കിലും കൊണ്ടുവരണം. അതിനായാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. അത് സംഭവിക്കട്ടെ. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സിനിമകൾ ഓടണമെന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാ സിനിമകളും തിയേറ്ററിൽ ഒരുപാട് ഓടണം. ആളുകൾ സിനിമയെ ബഹുമാനിക്കേണ്ടതുണ്ട്. പുഷ്പ 2 മാത്രമല്ല, ഒരുപാട് വലിയ സിനിമകൾ വരുന്നുണ്ട്. ഇറങ്ങാനിരിക്കുന്ന എന്റെ സിനിമയും ഒരുപാട് ഓടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് മോഹൻലാൽ തന്റെ ചിത്രമായ ബറോസിനെ വലിയ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് മോഹൻലാലിനൊപ്പം എത്തിയത് അക്ഷയ് കുമാർ ആയിരുന്നു. ബറോസിന്റെ ട്രെയിലർ ലോഞ്ചിനെത്തിയ അക്ഷയ് കുമാർ ചടങ്ങിനിടെ ഉണ്ടായ ചില നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. മോഹൻലാലിന് ഹസ്തദാനം നൽകിക്കൊണ്ട് അക്ഷയ് കുമാർ മോഹൻലാലിനോട് സ്റ്റേജിൽ തന്നെ നിൽക്കാനും മറ്റ് വിശിഷ്ട അതിഥികളെ മുന്നോട്ട് കൊണ്ടുവരികയും അക്ഷയ് കുമാർ പുറകിലോട്ട് മാറി നിന്ന് അദ്ദേഹം മറ്റുള്ളവരോട് ഒരു ബഹുമാനം കാണിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൈയടികൾ നേടുകയാണ്. അക്ഷയ് കുമാർ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇതുകൂടാതെ മോഹൻലാൽ അക്ഷയ് കുമാറിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. അക്ഷയ് കുമാറിന്റെ സിനിമകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്നും അക്ഷയ് കുമാറിന്റെ സിനിമകളൊക്കെ താൻ കാണാറുണ്ടെന്നും കൂടുതലായി കണ്ടത് പ്രിയദർശൻ റീമേഡ് ചെയ്ത എല്ലാ സിനിമകളും മോഹൻലാൽ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ അദ്ദേഹം ഒരു ബ്രില്യൻ ആക്ടറാണെന്നും തന്റെ പ്രൊഫഷനോട് വളരെയധികം സ്നേഹവും പങ്ക്ച്വലും ഒക്കെ കാണിക്കുന്ന ആളാണെന്നും 100% പ്രൊഫഷണൽ ആക്ടറാണെന്നും ഞാൻ അത്രയും പ്രൊഫഷണൽ അല്ലെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. ഇതിനൊക്കെ കൈയടിയാണ് അവിടെ കിട്ടിയത്. രണ്ടുപേരുടെയും പെരുമാറ്റത്തെ വാനോളം പുകഴ്ത്തിയാണ് ഇപ്പോൾ ബോളിവുഡ് പ്രേക്ഷകരും. ചടങ്ങിനിടെ മോഹൻലാലും അക്ഷയ് കുമാറും ഹൃദയസ്പർശിയായ ഒരു നിമിഷം തന്നെ പങ്കിട്ടു. പരസ്പരം ഊഷ്മളമായി ആലിംഗനം ചെയ്യുകയും പ്രസന്നമായ പുഞ്ചിരിയോടെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവരുടെ സൗഹൃദവും പരസ്പര ബഹുമാനവും വലിയ രീതിയിൽ പ്രകടമായിരുന്നു. ഈ അവസരത്തെ കൂടുതൽ അവിസ്മരണീയമാക്കിയതും ഈ നിമിഷങ്ങൾ തന്നെ. രണ്ട് താരങ്ങളും ഓരോരുത്തരും അവരവരുടെ വ്യവസായങ്ങളിലെ പവർ ഹൗസുകളാണ്. ബറോസിന് വേണ്ടിയുള്ള ഗംഭീര പ്രമോഷനുകളാണ് മോഹൻലാൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. കന്നഡയിലൊക്കെ ട്രെയിലർ പരിചയപ്പെടുത്തിക്കൊണ്ട് ഋഷഭ് ഷെട്ടി വരെ എത്തിയിരിക്കുന്നു എന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം മോഹൻലാൽ സാറിന്റെ ബറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഋഷഭ് ഷെട്ടിയൊക്കെ അവിടെ എത്തിയത്. അങ്ങനെ ചില ഗംഭീര നിമിഷങ്ങൾ ഇന്നേ ദിവസം കാണാൻ സാധിച്ചു.